രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ സിൽവർ ജൂബിലി ആഘോഷം നടന്നു. കാക്കനാട് രാജഗിരി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. കേരള സമൂഹത്തിൽ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായി പ്രശോഭിച്ച CMI സഭാസ്ഥാപകനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ മഹനീയമായ വിദ്യാഭ്യാസ ദർശനത്തെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് കാലാനുസൃതമായ അനുരൂപണങ്ങളോടെ പ്രയോഗപഥത്തിലെത്തിക്കുന്നതിന് ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നും പ്രതിജ്ഞാബദ്ധമായിരുന്നിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതാപരമായിട്ടുള്ളതാണ്. കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ സംഭാവന ഈ സ്ഥാപനം നൽകിയിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണിത്. ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന ചാവറയച്ചൻ്റെ ദീർഘവീക്ഷണം കേരളത്തിലെ സാധാരണക്കാർക്കിടയിൽ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുന്നതിന് ഇടയാക്കി. നമ്മുടെ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സർവകലാശാലകൾ കേന്ദ്രമാക്കി 200 കോടി രൂപ മുതൽ മുടക്കിൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ സ്ഥാപിച്ചു വരുന്നു. ഗവേഷണ മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് തലം മുതൽ ബിരുദാനന്തര പഠനം വരെ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് നൽകി വരുന്നു. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകളും രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന റിസർച്ച് അവാർഡുകളും കേരളത്തിൽ നൽകി വരുന്നുണ്ട്. രാജ്യത്തെ മികച്ച 200 കോളേജുകളിൽ 42 എണ്ണവും കേരളത്തിലുള്ളവയാണ്. കൂടുതൽ സ്ഥാപനങ്ങളെ ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അങ്ങനെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. അക്കാദമിക മികവിനൊപ്പം തൊഴിൽ വൈദഗ്ധ്യവും ഒത്തുചേരുമ്പോൾ മാത്രമേ ഒരു നാടിന് സാമ്പത്തികമായി മുന്നേറാൻ കഴിയുകയുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം കേവലം ഒരു തൊഴിലിനായുള്ള പഠനമായി ഇതിനെ ചുരുക്കിക്കാണാൻ പാടില്ല. തൊഴിലന്വേഷകരാവാനല്ല, മറിച്ച് തൊഴിൽ ദാതാക്കളാകാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിലുള്ള നവീനങ്ങളായ ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ധൈര്യമുണ്ടാവണം. ഒരു പ്രശ്നത്തെ എങ്ങനെ അവസരമാക്കി മാറ്റാം എന്ന് ചിന്തിക്കണം. നിങ്ങളുടെ എല്ലാ ആശയങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ട്. അതിനായി സംസ്ഥാന സർക്കാർ
വലിയ പിന്തുണയാണ് നൽകി വരുന്നത്. വെറുതെ ഒരു ഡിഗ്രി നേടുന്നതിൽ ഒതുങ്ങാതെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസ എപ്പോഴും പ്രകടിപ്പിക്കണം. ഒപ്പം മാനവികതയും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹ്യ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാനും തയ്യാറാകണം. ഈ നിലയിൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ അധ്യാപകർക്കും ചുമതലയുണ്ട്. സർഗാത്മകതയും നൂതന ആശയങ്ങളും സംരംഭകത്വ ചിന്തയും വളർത്തുന്ന ഒരന്തരീക്ഷം നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടാകണം. വിജ്ഞാന രംഗത്ത് മുന്നേറുന്നതോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനും ഇതുവഴി സാധിക്കും. ഗിരിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേരുകയാണ്. സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കൊപ്പം തിരിച്ചറിവിൻ്റെയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടയും സന്ദർഭമാണല്ലോ. കേരളം ഈ റാങ്കിങ്ങിലേറെ മെച്ചപ്പെട്ടു 5th ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, പബ്ലിക് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയാണ്. 6th ബെസ്റ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. കേരളത്തിന്റെ സ്ട്രെങ്ത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ്, റെഡിലി അവൈലബിൾ ടാലന്റ് പൂളാണ്. നിങ്ങൾ ലിങ്ക്ഡിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ടാലന്റ് പൂൾ ഗ്രോത്ത് റേറ്റിൽ 1ാം സ്ഥാനം 172% നമ്മുടെ ഈ ചെറിയ ഭൂപ്രദേശമായ കേരളമാണ്. ടാലന്റ് പൂളിൽ നമ്മൾ 9th റാങ്കിലാണെങ്കിലും ടാലന്റ് പൂൾ ഗ്രോത്തിൽ 172% നമ്മൾ നമ്പർ 1 ആണ്. എന്നാൽ ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ അപ്ഡേറ്റ് ചെയ്തതിന്റെ അനാലിസിസിൽ ഈ 2025 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജോലി ചെയ്യുന്ന മലയാളി പ്രൊഫഷണലുകൾ 40,000 ആളുകൾ കേരളത്തിലെ സ്ഥാപനങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ്. നേരത്തെ മൈഗ്രേഷൻ ആയിരുന്നു, നൗ റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ്. നേരത്തെ ബ്രെയിൻ ഡ്രെയിൻ ആയിരുന്നു, നൗ റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഓർ ബ്രെയിൻ ഗെയിൻ ഈസ് ഹാപ്പനിങ്. അതാണ് ഇപ്പൊ കേരളം വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഒന്നായി തുടങ്ങിയ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജ് ഇന്ന് 4000-ഓളം ബിടെക് എംടെക് വിദ്യാർത്ഥികളും 70ഓളം PhD വിദ്യാർത്ഥികളും 400ഓളം ജീവനക്കാരുമായി കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തെ തിളങ്ങുന്ന രജത നക്ഷത്രമായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ ദൈവകൃപയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും കരുതലുമാണ്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഒരു നാഗരികതയിൽ ചലനമുണ്ടാക്കാൻ കഴിയൂ എന്നുള്ള കാഴ്ച ലഭിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ. വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിശാലവും ഭാവനാപൂർണവുമായ നിലപാടുണ്ടായിരുന്ന അദ്ദേഹം വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് പഠിത്വം എന്നാണ്. കണ്ണില്ലാത്തവൻ കുരുടനായിരിക്കുന്നത് പോലെ പഠിത്വമില്ലാത്തവൻ ജ്ഞാനക്കുരുടനാണ് എന്ന് പറഞ്ഞ മഹാത്മാവ് വിദ്യയെ വികസനത്തിനും രൂപാന്തരീകരണത്തിനും അടിസ്ഥാനവും മാർഗവുമാക്കി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, മനുഷ്യന്റെ സമഗ്ര വിമോചനം സാധിക്കുന്ന, സമ്പൂർണമായ രൂപീകരണം നടക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ആ മഹത്തായ പൈതൃകം പേറി CMI സഭ ഭാരതത്തിലും പുറത്തുമായി 700ഓളം സ്ഥാപനങ്ങളിലൂടെ മൂല്യാധിഷ്ഠിതവും ഗുണമേന്മയുള്ളതുമായ വിദ്യാദാന ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിദ്യാദാന ശൃംഖലയിൽ പ്രമുഖമായി നേതൃത്വം നൽകുന്ന രാജഗിരി സ്ഥാപനങ്ങളിൽ ഒന്നായി കഴിഞ്ഞ 4 നൂറ്റാണ്ടായി പ്രശോഭിച്ചു നിൽക്കുന്നു രാജഗിരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.